وعلى آله وصحبه أجمعين أما بعد. ഈ ഒരു വേദിക്കയിൽ ഞാൻ ഫിക്കി സെമിനാർ ആക്കി വന്നതായിട്ടിരിക്കുന്നു. ഈ ഫിക്കി സെമിനാറിന്റെ ഉദ്ദേശം എല്ലാവർക്കും അർത്ഥാക്കുന്നു എന്നത് ആയതുകൊണ്ട്, പിന്നെ ഇവിടെയുള്ള എല്ലാ ബാരിങ് ആയതുകൊണ്ട് ഞാൻ ഈ ഫിക്കി സെമിനാറെ ബാരിലാക്കിയത് ഇൻഷാവും. നക്ക് കിട്ടിയ വിഷയ ഫസ്റ്റ് ഫുള്ളു ജനതായിട്ടിരിക്കുന്നു. ഉടനെ എല്ലാവർക്കും തൊലാക്ക് ചെന്ന എന്തുകൊണ്ടുണ്ടല്ലേ ചെന്നെങ്കിൽ ഒരു മാപ്പിലെ പെഞ്ഞായിരെ വിച്ഛേദനാക്കിരേൻ. അതേപോലെ ആയിട്ട് ഫസ്റ്റ് ആങ്ക് തെല്ല് ചേഞ്ചസ് ഉണ്ട് നോക്ക. ഫസ്റ്റ് ചെന്നെങ്കിൽ എന്തിനാണ് ഫസ്റ്റ് ചെന്നെങ്കിൽ ഹല്ലു ഇർത്തിബാത്തിൽ അക്കിൽ ചെന്നെങ്കിൽ ഒരു കച്ചവടത്തെ ബാത്തിലാക്കിരേൻ, ക്യാൻസൽ ആക്കിരേൻ. ഈ ഫസ്റ്റ് ചെന്നത് എല്ലാ കച്ചവടത്തിലും ഉണ്ട്. ആയെങ്കിൽ മുഖ്യമായിട്ട് ചർച്ച ആക്കിരെ നിക്കാഹിലായിട്ട്. ഈ നിക്കാഹിരെ ഫസ്റ്റ് ആക്കുക മെയിനായിട്ട് 7 റീസൺസ് ആയിട്ട്. അതില് ഒന്നാമത്തെ റീസൺ ചെന്നെങ്കിൽ നിക്കായതിന് ശേഷം മാപ്പിള അല്ലെങ്കിൽ പെഞ്ഞായിക്ക് എന്തെങ്കിലും ഒരു വലിയ സീക്ക് ഉണ്ട് കൊണ്ടവര്. ആ സീക്ക് ചെന്നെങ്കിൽ എന്തിനുണ്ടല്ല കിതാബിൽ ചെല്ല് ഫസ്റ്റാമത്തെ ചെല്ല് ഇങ്ങനത്തെ പിരാന്ത്. നിക്കായതിന് ശേഷം മാപ്പിള അല്ലെങ്കിൽ പെഞ്ഞായിക്ക് പിരാന്ത് ഉണ്ടാണ്ട് കൊണ്ടവര്. അപ്പോ ഫസ്റ്റ് ആക്കുക ജായിസായിട്ട്. അതേപോലെ കുഷ്ഠരോഗ, വെള്ളപ്പാണ്ട് ഇങ്ങനത്തെ സീക്കുകൾ ഉള്ളേ. പിന്നെ ഒരു സീക്കായിട്ട് ഇങ്ങനെ ജിമാ ചെയ്യുക ആവശ്യമുള്ള എന്തെങ്കിലും ഒരു അവയവത്തിൽ ഇങ്ങനത്തെ പേര് സീക്കുന്നെങ്കിൽ ജിമാ ആക്കുക ആവാത്ത പുറത്ത് എന്തെങ്കിലും സീക്കുന്നെങ്കിൽ ഫസ്റ്റ് ആക്കുക ജായിസായിട്ട്. പിന്നെ രണ്ടാമത്തെ റീസൺ എന്തെങ്കിൽ നിക്കാഹിന് മുന്നോളൂ ഈ ജണ്ടാലിൽ ആരെയും കൊടുത്തൊരു ഒരു ഷർത്ത് വെച്ചിട്ടിരിക്കാറ്. എന്തിനാണെങ്കിൽ ഇപ്പൊ മാപ്പിളേക്ക് നല്ലൊരു സമ്പത്തിക്കണു അല്ലെങ്കിൽ പെഞ്ഞായിക്ക് നല്ല സൗന്ദര്യക്കണു. പിന്നെ നിക്കാഹത്തിന് ശേഷം കൊണ്ടവരു ഈ മാപ്പിളേക്ക് എന്തിനാ സമ്പത്തില്ല അല്ലെങ്കിൽ പെഞ്ഞായിക്ക് എന്തിനാ സൗന്ദര്യം ഇല്ല. അപ്പം ഫസ്റ്റ് ആക്കുക ജായിസായിട്ട്. മൂന്നാമത്തേത് ഇപ്പൊ ഒരു ധാരണയ്ക്ക് എതിരായിട്ട് ഇപ്പൊ മാപ്പിള അല്ലെങ്കിൽ പെഞ്ഞായി എന്തിനാ ഭാവിച്ചിരിക്കാറ്. രണ്ട് മാപ്പിള നല്ല സമ്പത്തുള്ളവനായിട്ടിരിക്കാണ് പെഞ്ഞായി ഭാവിച്ചിരിക്കാറ്. പിന്നെ നിക്കാഹത്തിന് ശേഷം കൊണ്ടായിരിക്കരുത് അവന് സമ്പത്തുള്ളവനല്ല പാവത്തവനായിട്ടിരിക്കുന്നുണ്ട്. അപ്പവും ഫസ്റ്റ് ആക്കുക ജായിസായിട്ട്. പിന്നെ ഒരു റീസൺ ആയിട്ട് ഭർത്താവ് മാപ്പിലേക്ക് പെഞ്ഞായിക്ക് ഇങ്ങനത്തെ ഡെയിലി യൂസസ് ചെന്നെങ്കിൽ വസ്ത്രങ്ങ താമസിക്കുള്ള പ്ലേസ് അങ്ങനത്തെല്ല കാശ് കൊടുക്കുക കൈയുള്ള ഇല്ലാത്തവനവരെയും. അപ്പം ഫസ്റ്റ് ആക്കുക ജായിസായിട്ട്. പിന്നെ ഒരു റീസൺ ചെന്നെങ്കിൽ ഭർത്താവിടെ കാശുണ്ട് ആയെങ്കിൽ ഇപ്പില്ല കയ്യിൽ കാശ് അല്ലെങ്കിൽ കട കൊടുക്കാനുള്ളാറ് അങ്ങനെ കട കൊടുത്തോണ്ടില്ല. അങ്ങനത്തെ റീസൺ ഇന്നെങ്കിൽ ഫസ്റ്റ് ആക്കുക ജായിസായിട്ട്. ആയെങ്കിൽ കാലിട്ട അല്ലെങ്കിൽ നായ്വ് കാലിട്ട രണ്ട് സാക്ഷിയെ പിടിച്ച പോയിട്ട് മാപ്പിളയുടെ കാശില്ല അവനൊക്കെ കാശ് തന്നോ ഇല്ലാണ്ട് ബോധിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു റീസൺ ആയിട്ട് ഒരു പ്ലേസിൽ കാലില്ല അല്ലെങ്കിൽ കാലിട്ട് ചൊല്ലു ആവാത്ത റീസൺസ് ആയിട്ട് ഈ പെണ്ണുകുല്ലേ. അപ്പൊ രണ്ട് സാക്ഷികൾ നിപ്പാട്ടിട്ട് അവിടെ ഫസ്റ്റ് ആക്കുക ജായിസായിട്ട്. പിന്നെ ഒരു റീസൺ എന്തല്ലേ ഇപ്പൊ മാപ്പിളയുടെ നല്ല കാശെല്ലാം ഉണ്ട് ആയെങ്കിൽ അവൻ പെഞ്ഞായിക്ക് എന്ത് കാശ് കൊടുക്കില്ല, പെഞ്ഞായിരെ കളിപ്പാറ്റ. അത് അവനായെങ്കിൽ പ്രബലമായ അഭിപ്രായം അവിടെ ഫസ്കാക്കു ജായിസല്ല ആയെങ്കിൽ സാഫി മസ്ഹബിലെ ചില പണ്ഡിതന്മാർ ഫസ്റ്റ് ജായിസാനായിട്ട് ചെന്നുറാറുണ്ട്. പിന്നെ ഒരു റീസൺ മാപ്പിള പ്ലേസിലില്ല ചെന്നെങ്കിൽ മാപ്പിള ഒരു വിദേശത്ത് പോയില്ല അവന് ശുദ്ധിയേ ഇല്ല. ഇവിടെ റായത്തുള്ള പെഞ്ഞായിക്ക് ഇപ്പോൾ ജീവിക്കുകയില്ല. അപ്പോൾ ഫസ്കാക്കു ജായിസായിട്ട്. നക്ക് കിട്ടിയ എന്നൊരു ബിസായിട്ട് ഫുൾ ഉണ്ട്. ഫുള്ളു ചെന്നെങ്കിൽ ഫസ്റ്റ് പോലെ ആയിട്ട് തെല്ല് ചേഞ്ചസ് ഉണ്ട്. ചെന്നെങ്കിൽ ഇവിടെ ഫുള്ളു ചെന്നെങ്കിൽ പെഞ്ഞായി അല്ലെങ്കിൽ പെഞ്ഞായിരെ ഫാമിലി മാപ്പിലേക്ക് കാശ് കൊടുത്തിട്ടു വിട്ടി വീരുണ്ട്. ഈ ഇങ്ങനെ ഈ ഫുള്ള് ആക്കുക ഒരു ഷർത്തുണ്ട്. എന്തിനാണെങ്കിൽ മാപ്പിലെ തൊലാക്കാക്കുക ജായിസായ ആളായിട്ടിരിക്കുന്നു. ചെന്നെങ്കിൽ എന്തിരെ പ്രായപൂർത്തിയുള്ളവനായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ എന്തിരെ ഇത് ബലാത്കാരമായിട്ടാക്കുക തീരാണ്. ഈ ഫുള്ളാക്കുക 3 ലഫ്ലും കൊണ്ടു ചെന്നെങ്കിൽ എന്തിരെ ഫുള്ള ചെല്ല അല്ലെങ്കിൽ തൊലാക്കിന് ചെല്ല അല്ലെങ്കിൽ മുക്കാജാത്തിന് ചെല്ല. ഉദാഹരണക്ക് തൊല്ലക്തുക ബി അൽഫിൻ ഞാൻ 1000 രൂപ തന്നിട്ട് നിന്റെ ഫുൾ ആക്കിക്കൊള്ളാണ്ട് ചൊല്ലാണ്. പിന്നെ ഇത് എന്തിനാ കാശായിട്ട് എന്താ കൊടുക്കുന്നുണ്ട് മഹറായിട്ട് എന്തെല്ലാം കൊടുക്കൂ ജായിസായിട്ട് അതല്ല ഇവിടെ കാശായിട്ട് കൊടുക്കൂ ജായിസായിട്ട്. ഇത്രയും തന്നെ പറഞ്ഞ. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മറ്റു വിശദീകരണത്തിലും കടക്കാതെ നേരെ ഞാൻ എനിക്ക് ലഭിച്ച
അഹ്കാമുൽ ഖുൻസ എന്നതിൻ്റെ വിഷയത്തിൽ കുറിച്ച് ഈ ചുരുങ്ങിയ സമയത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഖുൻസ. മല്ലഹു സഖറു നിസാഇൻ വരിജാൽ, സ്ത്രീ പുരുഷ ഇരുലിംഗവും ഉള്ള ഒരു മനുഷ്യനിക്കാണ് ഖുൻസ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ഈ ഖുൻസയുടെ ഹുക്മ്? മാത്രമല്ല ഈ രണ്ട് ലിംഗവും ഇല്ലാതെ ഒരു മൂത്രദ്വാരം മാത്രമുള്ള ഒരു തരം ഖുൻസകളും ഉണ്ട്. ഖുൻസ രണ്ട് വിധമാണ്. ഖുൻസൽ വാദിഹ്, ഖുൻസൽ മുഷ്കിൽ. ഖുൻസൽ വാദിഹ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ലിംഗം പ്രകടമായത്. എന്നാൽ ഈ രണ്ട് ലിംഗത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ലിംഗം അത് വ്യക്തമായതാണ് ഖുൻസൽ വാദിഹ് എന്ന് പറയുന്നത്. ഇനി ഖുൻസൽ മുഷ്കിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ലിംഗം ഇത് രണ്ടിലും അടയാളങ്ങൾ വ്യക്തമാവാത്ത ഒരു തരം ഖുൻസകൾക്ക് ഖുൻസൽ മുഷ്കിൽ എന്ന് പറയുന്നു. നമ്മൾക്ക് ഖുൻസൽ വാദിഹിനെ കുറിച്ച് അധികമൊന്നും പറയാനില്ല. അവർക്ക് അത് ആണാണെങ്കിൽ ആണിന്റെ ഹുക്കുമോ, പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ ഹുക്കുമോ എന്ന് നമ്മൾക്ക് പറയാം. പക്ഷേ ഖുൻസൽ മുഷ്കിലിന്റെ കാര്യമാണ് നമ്മൾക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഈ ഖുൻസകളെ സംബന്ധിച്ച് ഷാഫി മദ്ഹബിൽ പരിഗണനീയമായ അടയാളങ്ങൾ എന്താണ്? ഒരു ഖുൻസ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കാൻ ഷാഫി മദ്ഹബിൽ പരിഗണിക്കേണ്ട ചില അടയാളങ്ങളുണ്ട്. ഒന്നാമതായി മൂത്രം പുറപ്പെടുക എന്നത്. ഏത് ലിംഗത്തിൽ നിന്നാണോ മൂത്രം പുറപ്പെടുന്നത് അതാണ് ആ ഖുൻസ ആ വർഗത്തിൽപ്പെട്ടതായിരിക്കും. ആണാണെങ്കിൽ ആണിന്റെ ലിംഗത്തോടെ പുറപ്പെടുന്നതാണെങ്കിൽ അതാണായിരിക്കും, പെണ്ണാണെങ്കിൽ പെണ്ണായിരിക്കും. അതുപോലെ തന്നെ പുരുഷനാണെങ്കിൽ മനി പുറപ്പെടുക, ഇതും ഒരു അടയാളമാണ്. ഇനി സ്ത്രീക്കാണെങ്കിൽ ഹൈദ്, അതുപോലെ തന്നെ പ്രസവം, ഇങ്ങനെ തുടങ്ങിയ എതിർലിംഗത്തോടുള്ള ഒരു താല്പര്യവും, പുരുഷനാണെങ്കിൽ സ്ത്രീലിംഗത്തോട് താല്പര്യമുണ്ടാകും, സ്ത്രീയാണെങ്കിൽ പുരുഷലിംഗത്തോട് താല്പര്യമുണ്ടാകും. ഇതും പരിഗണനീയമായ അടയാളമാണ് ഷാഫി മദ്ഹബിൽ. അതുപോലെ തന്നെ വാരിയലിന്റെ എണ്ണം ഈ ഖുൻസ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാൻ ഒരു അടയാളമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീയാണെങ്കിൽ അവർക്ക് ഒരു വാരിയല് കുറവായിരിക്കും, പുരുഷനാണെങ്കിൽ ഒരു വാരിയല് കൂടുതലായിരിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഇത് ചിലരുടെ അടുക്കൽ മാത്രം ഒരു പരിഗണനീയമായ ഒരു കാര്യമാണ്. ഇനി ഖുൻസൽ മുഷ്കിലിന്റെ എന്താണ് ഹുക്മ്? ഖുൻസൽ മുഷ്കിലിന്റെ ഉളു മുറിയുന്നത് എപ്പോഴാണ്? ഇനി നമ്മൾ ഖുൻസൽ മുഷ്കിലിനെ തൊട്ടെങ്കിൽ ഉളു മുറിയുമോ? മുറിയൂലേ? നമ്മൾ ഖുൻസ മുഷ്കിലിനെ തൊട്ടെങ്കിൽ ഉദു മുറിയൂല. കാരണം സംശയത്തിന്റെ പേരിൽ ഒരു ഉറപ്പിനെ മുറിക്കൂല എന്നതാണ്. അവിടെ ഖുൻസൽ മുഷ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് സംശയമാണ്. അപ്പോൾ നമ്മൾ തൊട്ടെങ്കിൽ ആ സംശയത്തിന്റെ പേരിൽ ഉറപ്പ് മുറിയൂല എന്നതാണ് ഇവിടെ മസാല. പിന്നെ ഖുൻസൽ മുഷ്കിലിന്റെ ഉദു മുറിയുന്നത് അവന്റെ രണ്ട് ലിംഗം തൊട്ടാൽ മാത്രമേ അവന്റെ ഉദു മുറിയുകയുള്ളൂ. ഇനി അന്യർ ഖുൻസൽ മുഷ്കിലിന്റെ ലിംഗം തൊടുമ്പോൾ ആണിനെ തൊട്ടാൽ, പുരുഷ ലിംഗത്തെ തൊട്ടാൽ ഉദു മുറിയും. അതുപോലെ തന്നെ സ്ത്രീ ലിംഗത്തെ തൊട്ടാലാണ് ഉദു മുറിയുക. ഇനി അതിന്റെ എതിർ ലിംഗത്തെ തൊട്ടെങ്കിൽ ഉദു മുറിയൂല എന്നതാണ്. ഇനി നമ്മൾക്കിവിടെ ഒരു ഖുൻസയെ സംബന്ധിച്ച് ആണാണോ പെണ്ണാണോ എന്ന് വ്യക്തമായതനുസരിച്ച് ആണാണെന്ന് വ്യക്തമായാൽ ആണിന്റെ ഹുക്കം, അല്ലെങ്കിൽ അതിൽ പെണ്ണിന്റെ ലിംഗം എന്നുള്ളത് അത് സായിദയായിരിക്കും. ഇനി സ്ത്രീലിംഗം സ്ത്രീയാണ് എന്ന് വ്യക്തമായാൽ ആ പുരുഷലിംഗം അത് സായിദയായിരിക്കും. ഇനി ഖുൻസയ്ക്ക് എപ്പോഴാണ് കുളി നിർബന്ധമാവുക? പിൻദ്വാരത്തിലൂടെയോ അല്ലെങ്കിൽ ഇരുലിംഗത്തിലൂടെയോ ലൈംഗിക ബന്ധം നടന്നാലാണ് ഇവിടെ ഖുൻസയ്ക്ക് കുളി നിർബന്ധമാവുക. ഇനി ഖുൻസയുടെ ഔറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിസ്കാരത്തും അതിന്റെ പുറത്തും സ്ത്രീയുടെ ഔറത്താണ് ഖുൻസയ്ക്ക്. കാരണം പെണ്ണാവാനുള്ള സാധ്യതയുണ്ട് അവിടെ. പിന്നെ ഖുൻസയ്ക്ക് അന്യരെ നോക്കലും അന്യർക്ക് ഖുൻസയെ നോക്കലും ഖുൻസകൾ പരസ്പരം നോക്കലും എല്ലാം നിഷിദ്ധമാണ്. കാരണം അവിടെ പെണ്ണാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഖുൻസയുടെ ഖിതാൻ എന്നത് ഹറാമാണ്. കാരണം സംശയത്തിന്റെ പേരിൽ അവിടെ മുറിവ്
മുറിവുണ്ടാക്കുക എന്നത് ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. ഇനി ഹുൻസ മരിച്ചാൽ അതിനെ അവരെ കുളിപ്പിക്കേണ്ടതാരാണ്? ഹുൻസ മരിച്ചെങ്കിൽ അത് ആണായാലും പെണ്ണായാലും ആർക്ക് വേണമെങ്കിലും അവരെ കുളിപ്പിക്കാൻ പറ്റുന്നതാണ്. കാരണം അവിടെ മരിച്ചതിന് ശേഷം വികാരത്തിന് യാതൊരു സാധ്യതയുമില്ല. ഇനി കഫനും ദഫനും അത് സ്ത്രീയുടെ രൂപത്തിലായിരിക്കണം. അതുപോലെ തന്നെ ഹുൻസൽ മുഷ്കിലിന്റെ വിവാഹം ആണാണോ പെണ്ണാണോ എന്ന് വ്യക്തമാവുന്നത് വരെ ഹുൻസൽ മുഷ്കിലിന് വിവാഹം ഇല്ല. കാരണം അവിടെ നിക്കാഹ് സ്വഹീഹാവില്ല. ഇനി മകളെ കെട്ടിക്കുകയാണെങ്കിൽ അവിടെ വിലായത്തിന് അവകാശവുമില്ല. ഹുൻസൽ മുഷ്കിലിന്റെ ഇനി അനന്തരാവകാശം പറയുന്നത് സ്ത്രീയോ പുരുഷനോ ഏതായാലും ഒന്ന് അവിടെ വ്യക്തമായാൽ അതനുസരിച്ച് അവിടെ വീതം ചെയ്യണം. ഇല്ലെങ്കിൽ ഹുൻസ മുഷ്കിൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വ്യക്തമായിട്ടില്ലെങ്കിൽ അവിടെ ആ സമ്പത്ത് അവിടെ വഖഫിലായിരിക്കും. അത് ശേഷം പൊതു ഖജനാവിലേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഹുൻസ. ഒരു ഹുൻസയുടെ വിഷയത്തിൽ ഇസ്ലാം എന്താണ് പറയുന്നത്, ഇസ്ലാമിന്റെ വശം എന്താണ് ഈ ഒരു ഹുൻസയുടെ വിഷയത്തിൽ എന്നാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. ആരാണ് ഹുൻസ? ഹുൻസ എന്ന് പറഞ്ഞാൽ ഹുൻസ എന്ന് പറഞ്ഞാൽ അവൾക്ക് പുരുഷന്മാരുടെ ദക്കറും ഉണ്ടാകും, സ്ത്രീകളുടെ യോനിയും ഉണ്ടാകും. രണ്ടും ഒരുമിച്ച് കൂടിയ ആൾക്കാണ് ഹുൻസ എന്ന് പറയുക. ആദ്യമായി ഹുൻസയെ രണ്ടായി വേർതിരിക്കാം. ഒന്ന് ഹുൻസൽ വാലി, ഹുൻസൽ മുഷ്കിൽ. ഹുൻസൽ മുഷ്കിലിന്റെ വിഷയത്തിലാണ് ഒരുപാട് ഹുക്കുമുകളൊക്കെയും ഉള്ളത്. ഹുൻസൽ വാലി എന്ന് പറഞ്ഞാൽ വ്യക്തമായ ഹുൻസ എന്ന് പറഞ്ഞാൽ സാധാരണമായി പുരുഷന്മാർക്കൊക്കെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, അതായത് പുരുഷന്മാർ മൂത്രം വയ്ക്കുന്ന സ്ഥലത്തിലൂടെ മൂത്രം വയ്ക്കുന്നു, അല്ലെങ്കിൽ താടി ഉണ്ടാകുന്നു. ഇതുപോലത്തെ സാധാരണമായി പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടായാൽ അവൾ ആ ഒരു ഹുൻസയെ സംബന്ധിച്ച് പുരുഷന്റെ ഹുക്കുമാണ് അവൾക്ക് നൽകുക. മറിച്ച് ഗർഭധാരണ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഹൈലുണ്ടാകുന്നു, അല്ലെങ്കിൽ സാധാരണമായി സ്ത്രീകൾക്കുണ്ടാകുന്ന സതിയ വാഹിറാകുന്നു, ഇതുപോലത്തെ അടയാളങ്ങളൊക്കെയും ഉണ്ടായാൽ അവൾക്ക് എല്ലാം സ്ത്രീയുടെ ഹുക്കുമാണ്. അനന്തര ഓഹരി ചെയ്യുന്ന വിഷയത്തിലും ഇന്നിത്തര എല്ലാ വിഷയത്തിലും അവൾക്ക് സ്ത്രീയുടെ ഹുക്കുമാണ്. എന്നെല്ലാം ചർച്ച ചെയ്യാനുള്ള വിഷയം ഹുൻസൽ മുഷ്കിലിന്റെ വിഷയത്തിലാണ് എല്ലാവർക്കും ഒരു ഇഷ്കാൽ ഉള്ളത്. അപ്പോൾ ഈ ഹുൻസൽ മുഷ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ട് അടയാളങ്ങളുമുണ്ട്. പുരുഷന്മാരുടെ ദക്കറുമുണ്ട്, സ്ത്രീകളുടെ ഫർജുമുണ്ട്. അപ്പൊ അവിടെ ഇഷ്കാലായി ചില സന്ദർഭത്തിൽ പുരുഷന്മാർ മൂത്രവയ്ക്കുന്ന സ്ഥലത്തിലൂടെ മൂത്രവയ്ക്കും, ചില സന്ദർഭത്തിൽ സ്ത്രീകൾ മൂത്രവയ്ക്കുന്ന സ്ഥലത്തിലൂടെ മൂത്രവയ്ക്കും. ഇങ്ങനെ ഒരു ഇഷ്കാലുള്ള ഹുൻസ അവൾക്കാണ് ഹുൻസൽ മുഷ്കിൽ എന്ന് പറയുക. അല്ലെങ്കിൽ സ്ത്രീ പുരുഷ രണ്ട് ലിംഗവുമുണ്ട്, സാധാരണമായിട്ട് ഉപയോഗിക്കൽ മൂന്നാമത്തേതായ ഒരു ദ്വാരത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളൊക്കെയും നടക്കുക. അവളാണ് ഹുൻസ മുഷ്കിൽ. ഇനി ഹുൻസ മുഷ്കിലിലെ എല്ലാ അഹ്കാമുകളെയും വിവരിക്കാം. അഹ്കാമുൽ ഹുൻസ ഫിൽ ഇബാദത്ത് നഖലുൽ ഉളൂഹി ബിലംസിൽ ഹുൻസൽ മുഷ്കിൽ ഇത്തഫഖൽ ഫുഖഹാഉ ലാ യൻഖുലുൽ ഉളൂ. ഹുൻസ മുഷ്കിലിനെ തൊട്ടാൽ ഉളൂ മുറിയുകയില്ലെന്ന് എല്ലാ ഫുഖഹാക്കളും ഏകോപിച്ചതായ വിഷയമാണ്. കാരണം തൊട്ടവൻ അതേ വർഗത്തിൽപ്പെട്ടവനെ തൊട്ടോ അല്ലെങ്കിൽ അന്യവർഗത്തിൽപ്പെട്ടവനെ തൊട്ടോ എന്ന സംശയത്തിലായിരിക്കും. ഒരിക്കലും സംശയം കൊണ്ട് ഉളൂ മുറിയുകയില്ല. അടുത്തതായ വിഷയമാണ് നഖലുൽ ഉളൂഹി ബിലംസിൽ ഫർജ്. ഒരു ഹുൻസ മുഷ്കിൽ അവളുടെ ലിംഗം സ്പർശിക്കൽ കൊണ്ട് ഉളൂ മുറിയണമെങ്കിൽ രണ്ട് ദക്കറും, ഇത് പുരുഷന്മാരുടെ ആ ഒരു ദക്കറും രണ്ട് ലിംഗവും സ്പർശിക്കൽ കൊണ്ടാണ് അവളുടെ ഉളൂ മുറിയുക. രണ്ടിൽപ്പെട്ട ഒന്ന് സ്പർശിക്കൽ കൊണ്ട് ഒരിക്കലും ഉളൂ മുറിയുകയില്ല. ഇനി അന്യവർ ഹുൻസയുടെ ലിംഗം സ്പർശിക്കുകയാകണമെങ്കിൽ പുരുഷന്മാർ സ്പർശിക്കുമ്പോൾ പുരുഷനിക്ക് യോജിച്ചതായ ലിംഗവും, സ്ത്രീയാണെങ്കിൽ സ്ത്രീയോട് യോജിച്ചതായ ലിംഗവും സ്പർശിക്കുമ്പോഴാണ് ഉളൂ മുറിയുക. ഫുഖാക്കളുടെ ഈ ഒരു ചിന്തനങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളതായ ഒരു ഫത്വ കൊടുക്കാനുള്ള കാരണം അവിടെ ഒരു പുരുഷൻ സ്പർശിക്കുമ്പോൾ അവൾ ഒരു അന്യ സ്ത്രീ ആവാനും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രൂപത്തിലും ഉളൂ മുറിയും എന്നാണ് ഫുഖാക്കൾ പറയുന്നത്.
നേരെ മറിച്ച് ഇപ്പോൾ സ്ത്രീകളുടെ ലിംഗം സ്പർശിക്കുകയും സ്പർശിക്കൽ കൊണ്ട് ഉളു മുറിയും. അതേപോലെ അവിടെ ആ ഒരു ഹുൻസ എന്താവാനും സാധ്യതയുണ്ട്, പുരുഷനാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അന്യ പുരുഷനെ തൊട്ട് എന്ന കാരണം കൊണ്ടും ഉളു മുറിയും. അടുത്തതായ വിഷയം ഉജൂബുൽ ഹുസ്ൽ, എപ്പോഴാണ് കുളി നിർബന്ധമാവുക എന്നുള്ളത്. ഉജൂബുൽ ഹുസ്ൽ ഫീ ഇലാജി ദുബുർ, ദുബുറിൽ പ്രവേശിക്കൽ കൊണ്ട് കുളിയും നിർബന്ധമാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇത് വിഷയമുള്ളത് ഒരു പുരുഷലിംഗം ഹുൻസയുടെ ഫർജിൽ പ്രവേശിക്കുകയും ഹുൻസ മുഷ്കിലിക്ക് എപ്പോഴാണ് കുളി നിർബന്ധമാവുക എന്ന് പറയുന്നത്. ഒരു പുരുഷലിംഗം ഹുൻസയുടെ ഫർജിൽ പ്രവേശിക്കൽ കൊണ്ട് മാത്രം കുളി നിർബന്ധമാവുകയില്ല. മറിച്ച് ആ ഹുൻസ മുഷ്കിലിക്ക് കുളി നിർബന്ധമാകണമെങ്കിൽ ഒരു ഫർജിൽ പ്രവേശിക്കുകയും ആ ഹുൻസയുടെ ദക്കർ മറ്റൊരു ഫർജിൽ പ്രവേശിക്കുകയും ചെയ്യണം. രണ്ട് രൂപത്തിലാണ് കുളി നിർബന്ധമാവുക. ഹുൻസൽ മുഷ്കിലിനെ വാലിയാകുന്നത് വരെ ഹിതാൻ ചെയ്യാൻ പാടില്ല. കാരണം അവിടെ സ്ത്രീയാവാനും സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് ഇത് അനാവശ്യമായ ഒരു അവയവത്തെ മുറിവുണ്ടാക്കിയെന്ന പ്രശ്നം അവിടെ ഉണ്ടാകും. ഇന്ന് ഹുൻസയുടെ മയ്യത്തിൽ കുളി വേണമെങ്കിൽ സ്ത്രീ പുരുഷന്മാർക്ക് ആർക്ക് വേണമെങ്കിൽ കുളിപ്പിക്കാം. ഇത് അവിടെ മരിക്കൽ കൊണ്ട് ഷഹ്വത്ത് നിറച്ചത് കൊണ്ട് അവിടെ സൂക്ഷ്മതയ്ക്ക് വകുപ്പില്ല. ഇന്ന് ഹുൻസയുടെ എങ്ങനെയാണ് കഫൻ ചെയ്യേണ്ടത്? സാധാരണമായി പുരുഷന്മാർക്ക് 3 കഫൻ തൊടിയും സ്ത്രീകൾക്ക് 5 വേണ്ടത്. അവിടെ ഒരു സൂക്ഷ്മത പാലിച്ചുകൊണ്ട് സ്ത്രീയാണെന്ന് പരിഗണിച്ചുകൊണ്ട് അവിടെ 5 കഫം തുണി കൊണ്ടാണ് കഫൻ ചെയ്യേണ്ടത്. മയ്യത്ത് നിസ്കാരം, ഒരു പുരുഷൻ മയ്യത്ത് നിസ്കരിച്ചാൽ തലയുടെ ഭാഗത്തും ഒരു സ്ത്രീ മരിച്ചാൽ അരയുടെ ഭാഗത്തുമായിട്ടാണ് മയ്യത്ത് നിസ്കരിക്കുക. ഇവിടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അരഭാഗത്ത് നിൽക്കലാണ് ഫുഖാക്കൾ കൽപ്പിക്കുന്നത്. ഹുൻസ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും അവിടെ ഇഖാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ. ഇങ്ങനെയും ഒരു സാധ്യത ഉണ്ടല്ലോ, ഹുൻസ പുരുഷനാവാനും സാധ്യത ഉണ്ടല്ലോ എന്ന് പരിഗണിച്ചുകൊണ്ട് വാങ്ങു കൊടുക്കാൻ പാടില്ല. അതേ പുരുഷൻ ആവാൻ സാധ്യത ഉള്ളതുപോലെ സ്ത്രീയും ആവാനും സാധ്യത ഉണ്ടല്ലോ. അപ്പൊ അവിടെ സ്ത്രീ വാങ്ങു കൊടുത്തെന്ന ഹറാം അവിടെ ഉണ്ടാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.